ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ വസുദേവസൂതം ദേവം ഹംസചാണൂരമർത്തനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ. വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചും കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം. മുനി അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ ചൊല്ലേഴും ത്രയംബകമാകിന മാഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുര ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ശോണിപാലേന്ദ്രാകുല ജാതനാകിയ ഭവാനെ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം. ഗൗതമാശ്രമം തത്രേ ശോഭ പൂണ്ടോരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യപാദബലതാങ്കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരികേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം. മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവിധം താനും. എത്രയും ആഹ്ലാദമായുണ്ടായതു മനസ്സീമേ തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിതേ എന്നതു കേട്ടു വിശ്വാമിത്രനും ഉര ചെയ്തു പന്നകശായി വരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്രേ മംഗലം വർത്തിച്ചിടും തപസ വാഴുംകാലം. ലോകേശൻ നിജസുതയായുള്ളോര് അഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യാകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരാമവർ ഭർത്തു ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും
പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടേ പത്നിയായോര് അഹല്യയോട് ചേർന്നും പർണശാലയിലത്രേ വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോര് അഹല്യാരൂപം കണ്ട് വൃശ്ചിവനും കുസുമായുധവശനായാന്. ചെന്തൊണ്ടിവായ് മലരും പന്തൊക്കുമുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസ്വദിപ്പതിൻ എന്തോരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർബാണാർത്തി കൊണ്ട് സന്താപം മുഴുക്കയാല് സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചു നങ്കാന്തനായി. വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരു അന്തരമെന്നോർത്തും. ലോകേശാത്മജസൂതനന്ദനനുടെ രൂപം നാഗനായകൻ കൈകൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാവന്ദനത്തിനും ഗൗതമൻ പോയ നേരം അന്തരാപൂക്കാനുടൻ ജാന്തരേ പരവശാല്. സൂത്രമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തില്ലെന്നു കണ്ടും ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനുശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രേയും വേപത പൂണ്ടു നിന്നാൻ. തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈകൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈകൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതോരു മഹാഭാവി. സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാകുമെന്നിപ്പോൾ ചൊല്ലിനാൻ. അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനകം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.